നമസ്കാരം. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചത് ഏറ്റവും വലിയൊരു പ്രതിഷേധത്തിനായിരുന്നു വഴിവെച്ചത്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നിട്ടും സ്ത്രീകളെ പ്രവേശിപ്പിച്ചതിലാണ് അന്ന് കേരളം കണ്ട ഏറ്റവും വലിയൊരു സമരത്തിന് അല്ലെങ്കിൽ പ്രതിഷേധത്തിന് കേരളം സാക്ഷ്യം വഹിച്ചത്. സ്ത്രീകളെ ശബരിമലയിൽ കയറ്റരുതെന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. അയ്യപ്പന്മാരെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അതെല്ലാം സർക്കാരും ദേവസ്വം ബോർഡും കൂടി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ശബരിമലയിൽ ദേവസ്വം ബോർഡ് നടപ്പിലാക്കിയ വെർച്വൽ ക്യൂ ഏറ്റെടുത്തതോടെ തോന്നുന്ന രീതിയിലായിരുന്നു ദേവസ്വം ബോർഡിന്റെ സമീപനം. വെർച്വൽ ക്യൂവിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് കൂടെ ഉൾപ്പെടുത്തി അവിടെ അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശനത്തിനുള്ള തടസ്സം സൃഷ്ടിച്ചു. 2022 കേരള പോലീസ് വെർച്വൽ ക്യൂ ഏറ്റെടുത്തപ്പോൾ സുഗമമായ ദർശനമായിരുന്നു അവിടെ നടന്നത്. നിലവിൽ ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് പ്രകാരം ഇനി മുതൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കൂടി ഏർപ്പെടുത്താനുള്ള നീക്കം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതായത് 10 രൂപ ഇനി മുതൽ ഓരോ അയ്യപ്പ ഭക്തരും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് തുകയായി നൽകണം. ഇൻഷുറൻസ് കമ്പനി ഏതാണെന്ന് ഇതുവരെയായിട്ട് നിർദ്ദേശിച്ചിട്ടില്ല. ഇതിൽ കൂടെ കോടികളുടെ ലാഭമാണ് ഇൻഷുറൻസ് കമ്പനിക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കാൻ പോകുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. ഇതിനൊപ്പം 5000 പേരെ സ്വകാര്യ ഏജൻസി വഴി നിയമിക്കാനും ദേവസ്വം ബോർഡ് നീക്കമുണ്ട്. ശബരിമലയിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രതിനിധികളാണ് ശുചീകരണം നടത്തിയിരുന്നത്. ഇവർ വർഷങ്ങളായിട്ട് സൗജന്യമായിട്ടായിരുന്നു ശുചീകരണം നടത്തുന്നത്. ദേവസ്വം ബോർഡിൽ നിന്ന് വേതനം വാങ്ങാതെയായിരുന്നു ഈ സന്നദ്ധ പ്രവർത്തനം എന്നതും എടുത്തു പറയണം. ഇവരെയാണ് പുറത്താക്കിയത്. പകരം 5000 പേരെ ദേവസ്വം ബോർഡ് ദിവസ കൂലിയിൽ നിയമിക്കും. ഇതിന് സ്വകാര്യ ഏജൻസിയെ ചുമതലപ്പെടുത്താനാണ് നീക്കം. അതായത് പ്രതിദിനം 1000 രൂപ വെച്ച് ഒരാൾക്ക് നൽകിയാലും 5000 പേർക്കായി 50 ലക്ഷം രൂപ ചെലവാകും. മണ്ഡലകാല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ദേവസ്വം ബോർഡിന് വലിയ സാമ്പത്തിക നഷ്ടം ഇതിലൂടെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ബോർഡിന് വരുമാനമില്ല എന്ന് സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബോർഡ് എപ്പോഴും പറയുന്നുണ്ട്. വർഷങ്ങളായി ശബരിമലയിൽ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. അതുകൂടാതെ വലിയ തോതിൽ ദേവസ്വം ഫണ്ട് ഇറക്കുന്നതിലും പിന്നിലാണ്. മകരവിളക്ക് സമയത്ത് 80,000 പേരെയും തുടർന്ന് മാസപൂജകൾക്ക് നട തുറക്കുമ്പോൾ 50,000 പേരെ മാത്രമേ ദർശനത്തിന് അനുവദിക്കുകയുള്ളൂ എന്ന് പറയാൻ ദേവസ്വം ബോർഡിന് എന്താണ് അധികാരം? തിരുപ്പതിയിലും ഗുരുവായൂരും ഉൾപ്പെടെയുള്ള പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുമ്പോൾ അവർക്ക് അവിടുത്തെ ദേവസ്വം ബോർഡ് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. തിരുപ്പതിയിൽ ഒരു ദിവസം ലക്ഷക്കണക്കിന് ഭക്തർ ദർശനത്തിനെത്തുമ്പോൾ അവിടെ ക്ഷേത്ര ട്രസ്റ്റും സർക്കാരും ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ശബരിമലയിൽ മാത്രം അത് ചെയ്യുന്നില്ല. ദേവസ്വം ബോർഡിനും സർക്കാരിനും അവിടെ പണമാണ് ആവശ്യം. എങ്ങനെയും ശബരിമലയിൽ ഭക്തജനങ്ങളെ കൂട്ടി പണം സമ്പാദിക്കുക എന്നതാണ് ദേവസ്വം ബോർഡിന്റെ മുഖ്യ ലക്ഷ്യം.